പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടെ സംഘർഷങ്ങളും ആക്രമണങ്ങളും ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽക്കരമാണ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. യുദ്ധത്തിനിടെ കോടികൾ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കുമ്പോൾ ഇവിടെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ് ഇറാൻ. ലോകത്തിന്റെ ഇന്ധന ഞരമ്പായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്നും $2 മില്യൺ, അതായത് ഏകദേശം 18.76 കോടി രൂപ വീതം ഇറാൻ ഈടാക്കുന്നതായാണ് റിപ്പോർട്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിടുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ട്രാൻസിറ്റ് ഫീ എന്ന നിലയിലാണ് ഇറാൻ തുക പിരിച്ചെടുക്കുന്നത്. യുദ്ധച്ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടിയെന്ന് ഇറാൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ സമിതി അംഗം അലാവുദ്ദീൻ ബറൂജർദി സ്ഥിരീകരിക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ ഇറാന്റെ അധികാരവും കരുത്തും പ്രകടിപ്പിക്കാൻ ഈ നീക്കത്തിലൂടെ രാജ്യതലവന്മാർക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ നിർണായക നീക്കം ഉണ്ടാകുന്നത്. സ്വന്തം മണ്ണ് നശിപ്പിക്കാൻ തുനിയുന്നവർക്ക് പാത തുറന്നു കൊടുക്കില്ലെന്ന് ഇറാൻ മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ജപ്പാൻ കപ്പലുകളെയും കടത്തിവിടാൻ തയ്യാറാണെന്ന് ടെഹ്റാൻ അറിയിക്കുന്നുണ്ട്. എന്നാൽ മാർച്ചിലെ ആദ്യവാരം മുതൽ ഈ പാത ഭാഗികമായി തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായി. ലോകത്തിലെ എണ്ണയുടെയും ദ്രാവക പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാന്റെ പുതിയ നീക്കം രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ ചെലവ് കുത്തനെ കൂട്ടുമെന്ന് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. ഹോർമൂസിലൂടെ കടന്നുപോകാൻ കോടികൾ ചെലവാക്കുന്നു എന്നത് ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിൽ ഊർജ്ജ വിനിമയം സാധ്യമാകുന്ന നിർണായക ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്ത് ഉപയോഗപ്പെടുന്ന എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ തന്നെ ഇവിടം ലോകവിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണെന്ന് പറയാം. മാർച്ച് ആദ്യവാരത്തിൽ സംഘർഷങ്ങൾ കാരണം ഈ കടലിടുക്ക് നിയന്ത്രിത മേഖലയായി മാറിയിരുന്നു. കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ആഗോള വിപണിയെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതിഫലനം ഇന്ധന വിലകളിലും നേരിട്ട് പ്രകടമായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വില വർധനവിനും ഇന്ധനക്ഷാമത്തിനും കാരണമായി. നിലവിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനം കൂടുതൽ ആശങ്കാജനകമാവുകയാണ്. ഇറാഖി സമുദ്രാതിർത്തിക്ക് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ ഇന്ധന ടാങ്കറുകളെ ആക്രമിച്ച സംഭവം സമുദ്രഗതാഗതത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെ ജീവനും നഷ്ടമായി. ഹോർമൂസ് കടലിടുക്ക് ആഗോള രാഷ്ട്രീയവും സാമ്പത്തികവും ശക്തിപരീക്ഷണത്തിന്റെയും കേന്ദ്രമായി കഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെയും സാമ്പത്തിക സ്ഥിതിയെയും നയതന്ത്ര നീക്കങ്ങളെയും മാറ്റിമറിക്കാൻ ഹോർമൂസ് കടലിടുക്കിന് സാധിക്കും. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കേന്ദ്രീകരിച്ചുള്ള ഓരോ നീക്കവും ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതാണ്. ഈ കടലിടുക്ക് കേന്ദ്രീകരിച്ച് സാമ്പത്തികമായി ഉയരാൻ ഇറാൻ നടത്തുന്ന ശ്രമം ലോകരാജ്യങ്ങൾക്കിടയിൽ സുപ്രധാന ചർച്ചയായി മാറുകയാണ്.